ശാസ്ത്രീയ സംഗീതത്തിന്റെ പ്രത്യേകത അത് കൃത്യമായിട്ട് സിസ്റ്റമായിട്ട് ശാസ്ത്രമാണ്. സംഗീതത്തിന്റെ ശാസ്ത്രം എന്താണെന്ന് പറയുന്നത്? ശാസ്ത്രത്തിന്റെ ഏത് ബ്രാഞ്ചാണെന്നത്? ഫിസിക്സ് ആണ് സംഗീത ശാസ്ത്രത്തിന്റെ ബ്രാഞ്ച്. നമ്മൾ സാ രി ഗാം എന്നൊക്കെ പറയുന്നത് അതിന്റെ കൂടെ കൃത്യമായിട്ട് ഓരോ ഫ്രീക്വൻസി അളന്ന് തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സാക്കിത്ര, രീക്കിത്ര, ഗാക്കിത്ര കൃത്യം അവർ പോകുമ്പോഴാണ് അത് മയമളകളാവുന്നതും ശങ്കരാഭരണാവുന്നതും കല്യാണി ആവുന്നതും ഒക്കെ ഈ ഫ്രീക്വൻസിയിൽ ഓരോ സ്വരത്തിലുള്ള ഫ്രീക്വൻസിയിൽ ചെറിയ ചെറിയ വ്യത്യാസം വരുമ്പോഴാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള രാഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത് ശാസ്ത്രമായതുകൊണ്ട് ശാസ്ത്രം സത്യമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അത് കൃത്യ വഴികളുണ്ട്. അപ്പൊ ഞാനത് പാടുമ്പോ മനസ്സിലാ നമ്മൾ പാടുന്ന തന്നെ ഏതൊരാകും മയ മാളവ അല്ലെ? അതിന് കൃത്യൊരു അളവുണ്ട്. ശുദ്ധ ഋഷഭം റീഡ് ഫ്ലാറ്റ് കുറഞ്ഞതാണ്. എന്ന് പറയുമ്പോ കുറച്ചും കൂടി ഫ്രീക്വൻസി കൂടിയത് അന്തര ഗാന്ധാരം എന്ന് പറയും. ബുക്കിലുണ്ട്. ഈ ഗാന്ധാരത്തിന്റെ പ്രത്യേകം ഗാനയുടെ തന്നെ ഷാർപ്പാണ്, അതായത് കൂടിയ വെർഷനാണ് നമ്മൾ പാടിയത്. ഏത് രാഗത്തില്? മായ മാളവും ഗൗഡേ ശുദ്ധ മധ്യമം എന്ന് പറയും. അപ്പൊ ഈ മധ്യമം മായുടെ ഫ്ലാറ്റാണ്, കുറഞ്ഞതാണ്. അതിന് പ്രതിമധ്യമം എന്ന് പറഞ്ഞിട്ട് വേറെ ഷാർപ്പായിട്ടുള്ള വേറെ നോട്ട് വേറെ ഉണ്ട്. കല്യാണി രാഗത്തിന് ഷണ്ണുപ്രീക്കൊക്കെ പാടുന്നത് മഴമളകളുടെ ശുദ്ധ മധ്യമം. അത് കഴിഞ്ഞാലോ പഞ്ചമം. പഞ്ചമത്തിന് നമ്മൾ സ്വരസ്ഥാനം പറയുമോ? ഇല്ല. കാരണം എന്താ? സായും പായും നാച്ചുറൽ നോട്ട്സ് ഉണ്ട്. പ്രകൃതി സ്വരം. എന്താ പ്രകൃതി സ്വരം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായിട്ട് പ്രകൃതിയുടെ ശബ്ദമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട അല്ലെങ്കിൽ താതാത്മ്യം കാണിച്ചു കിടക്കുന്ന രണ്ട് സ്വരമാണ് സായും പായും. അത് ഒരിക്കലും മാറ്റമില്ലാതെ ഏത് രാഗത്തിലും ഒരേ പൊസിഷനെ ഉള്ളൂ, സായും പായും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ശ്രുതി സ്വരമായിട്ട് ഈ സായും പായും. അത് കഴിഞ്ഞ് പിന്നെ ശുദ്ധ ദൈവതം ധായുടെ കുറഞ്ഞ വേർഷൻ ശുദ്ധ ദൈവതം ഫ്ലാറ്റ്. നമ്മളിപ്പോ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കുറഞ്ഞ സ്വരത്തിന് നമ്മൾ ഫ്ലാറ്റ് ഉണ്ട്, കൂടിയ സ്വരത്തിന് ഷാർപ്പ് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ശുദ്ധ ദൈവതം കുറഞ്ഞത്. അത് കഴിഞ്ഞ് കാകളി നിഷാദം, അത് ഷാർപ്പാണ്, കൂടിയതാണ്. ആ സ്വരങ്ങള് ആ കൃത്യമായ ഫ്രീക്വൻസിയുടെ നമ്മൾ ആലാപനം ചെയ്യുമ്പോൾ ഒരു രാഗം ഉണ്ടാകുന്നു. അതാണ് മയ മാളവ ഗൗഡ. അത് കൃത്യമായ ആ കൃത്യ അളവിലൂടെ നമ്മുടെ ത്രോട്ടിലൂടെ ഡെയിലി കയറി ഇറങ്ങണം. കയറി ഇറങ്ങാന്ന് പറഞ്ഞാൽ ആരോപണവും ആവരോപണവും കയറ്റവും ഇറക്കവും ഇതിന് കയറി വരുമ്പോൾ നമ്മുടെ ത്രോട്ടില് അത് അടയാളപ്പെടും. ഉണ്ടെങ്കിൽ അതിങ്ങനെ അടയാളങ്ങൾ വെട്ടിക്കൊണ്ടേയിരിക്കും കൃത്യമായി. സാമൂഹിക ഒരു സ്ഥലം രീതി സ്ഥലം അതിങ്ങനെ ഓടിക്കൂടി നമുക്ക് കൊണ്ട് പാടാൻ ആവശ്യമാണ്. ശാസ്ത്രമാണെന്ന് നമുക്കറിയാലോ. ശാസ്ത്രീയ രീതിയിൽ തൊണ്ടയെ നമ്മൾ പരുവപ്പെടുത്തും. അത് പരുവമാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു പ്രാവശ്യം പാടിയാൽ മതിയോ? ഇല്ല, പല പ്രാവശ്യം പാടി കഴിയുമ്പോൾ നമ്മളുടെ തൊണ്ടയിൽ അത് കൃത്യമായിട്ട് അടയാളങ്ങൾ വീഴും. നമ്മൾ മയാമാളകളാന്ന് വിചാരിക്കുന്നത് ആ അടയാളങ്ങളിലൂടെ ആ ത്രോട്ട് സഞ്ചരിച്ചു. അപ്പൊ അതാണ് ഈ സാധകം എന്ന് പറഞ്ഞതിന്റെ കാര്യം. അത് മയാമളവുകളുള്ള നമ്മുടെ മനസ്സിലും ത്രോട്ടിലും ഉറച്ചു കഴിഞ്ഞിട്ടേ നമ്മൾ മറ്റൊരു രാഗത്തിലേക്ക് പോകാൻ പാടില്ല. കാരണം ഇതിനെ കമ്പയർ ചെയ്തിട്ടാണ് മയാമളകളോട് ഇപ്പൊ കല്യാണി ഞാൻ പാടാണ്, മായാമളകളോടെ കഴിഞ്ഞു ഞാൻ കല്യാണി രാഗത്തിലേക്ക് പോകും. അപ്പൊ എന്താണ് മായാമളകളുടെ നിന്നും കല്യാണിക്കുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഓരോ സ്വരത്തിന്റെ വ്യത്യാസം അറിയണം. മയാമളകളെ ഞാൻ പഠിച്ചു. അത് കുറഞ്ഞ രീതിയാണ്, കൂടിയ കായാണ്, കുറഞ്ഞ മായാണ്, കുറഞ്ഞ